കയാക്കിംഗ്. നമ്മൾ ലക്ഷദ്വീപിന്റെ സൂചി വീണാൽ പോലും തെളിഞ്ഞു കാണുന്ന കടലിൽ കയാക്കിംഗ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കൂടെ ഉള്ളത് അതെ, നമ്മള് സ്കൂബ് ചെയ്തുകൊണ്ട് തന്നെ സ്നോർക്ലിംഗ് ചെയ്യുന്നില്ല. കാരണം സ്നോർക്ലിംഗ് ഏട്ടനും അനിയും പോലെ അതല്ല, ഇപ്പൊ നമുക്ക് തരാറാണ്. ഇപ്പൊ നമ്മള് ഇതെടുത്തോണ്ട് അയാൾക്ക് എടുത്തോണ്ട് നമുക്ക് സ്നോർക്ലിംഗും തരാറാണ്. അപ്പൊ നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ അതെ, അങ്ങനെ വലിയൊരു ലാഭം നമുക്ക് ഇതിൽ കിട്ടി. ബാക്കി ആണോ എനിക്കുണ്ടോ? മജീദ് രാജകുമാരി എത്തി. മജീദ് രാജകുമാരി എത്തി. മജീദ് രാജകുമാരി, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? നമ്മള് കയാക്കിന് പോണില്ല. കയാക്കിന് പോണ 4 ആൾക്കൊപ്പം പോകാൻ പറ്റുള്ളൂ. 4 ആൾക്കൊപ്പം 2 ബോട്ട് ഇറക്കുള്ളൂ. അതുപോലെ മജീദ് രാജകുമാരനാണ്. മജീദിന്റെ രാജകുമാരിയാണ് നീ. ഞാനോ? യാത്രക്കാരനല്ല. പോണ ഇവനന്ന് മെഡിക്കൽ കോളേജിൽ ഈ 2 കയാക്കിലും എനിക്ക് 2 പേർക്ക് പോവാം. അതില് 2 പേർക്ക് പോകാൻ കുറച്ച് റിസ്ക്കാ. അതില് കുറച്ച് ബാലൻസ് കുറവുണ്ട്. അതില് ബാലൻസ് കുറവുണ്ട്. ഒരു ഗൈഡ് നിർബന്ധമായിട്ട് അതിൽ വേണ്ടി വരും. ഒരാൾക്ക് കയറാൻ തന്നെ പറ്റും. എനിക്ക് ഒറ്റ ടൈമിൽ 4 പേർക്ക് പോകാൻ പറ്റും. ഒരു ടൈമിൽ 4 പേർക്ക് പോകാൻ പറ്റും. വേറെ കയാക്കിംഗ് ഇല്ല? ഇല്ല, ഇത് 3 ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളെ കയാക്കിംഗ് ബോട്ട്. 2 ആൾക്ക് അറ്റ് എ ടൈം 4 ആൾക്ക് ചെയ്യാം. 2 ആൾ വെച്ചാണ്ട്. വേവ്സ് ഉണ്ടായതുകൊണ്ട് കുറച്ച് ഡിഫിക്കൽട്ടാണ്. സാധാ മറ്റേ കായലിലും പോയാലും ചെയ്യണമായിരിക്കല്ല, കുറച്ച് ഇടങ്ങേറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ നാട്ടിലൊക്കെ പോയാൽ ചെയ്യുമ്പോൾ നമ്മളത് അവിടെ ഉൾക്കടലിലേക്ക് പോവാണ്. ലക്ഷദ്വീപിന്റെ കടലിൽ അയ്യോ, ഈ വള്ളത്തിന്റെ കളറിലെ ഞങ്ങൾ വീണ് പോണത് അല്ലേ കാര്യം. അതായത് സാധാ സംഭവം ബീച്ച് തന്നെയാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പോയില്ലല്ലോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ വെച്ചാ ചിക്കൻ തവ വിത്ത് നെയ്ച്ചോറാണ് പ്ലാന്. പക്ഷെ പൊറോട്ട ആയി തോന്നുന്നു അല്ലേ? ഈ ചങ്ങായിമാർക്ക് പണിയെടുക്കാൻ മടിയാണ്. ഈ ഹസ്ബൻഡ് മെറ്റീരിയൽ ആയിട്ട് ഇത്ര വലിയ പ്രശ്നമാണ്. ഇതൊന്നില്ലെങ്കിൽ ഗൾഫിലല്ലേ ചങ്ങായി? സംഭവം 6 ആൾക്കാരുണ്ടാവേണ്ട കാര്യമില്ല. പണിയെടുക്കാൻ അവിടെ ആകെ 2 ആൾക്കാരുള്ളൂ. ഇവിടെ എന്ത് പരിപാടിക്ക് പോകുമ്പോഴും എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവില്ല. എന്തായാലും കുറെ ആള് എനിക്കൊന്നും പറയാനില്ല. നമ്മളിപ്പോ 5-6 ദിവസം ഇവിടെ വന്നിട്ട് സംഭവം ഒക്കെ സാധനം വാങ്ങാൻ ഒറ്റ പോക്കോ. സാധനം വാങ്ങാനും ഇതിനൊന്നല്ല പോയിക്കണോ, ക്ലൈന്റിനെ മീറ്റ് ചെയ്യേണ്ടത്. സാധാരണ ഏത് ആൾക്കാർക്ക് രാത്രി ക്ലൈന്റിനെ മീറ്റ് ചെയ്യേണ്ടത്? എന്ത് ടൈപ്പ് ഓഫ് ക്ലൈന്റ് ആയിരിക്കും അത്? ചോദിച്ചാൽ മതി. തുണി കളയുണ്ട്. തുണിയൊക്കെ ഊരി പറിച്ചെടുക്കാം. ആപ്രോൺ ഇല്ലല്ലോ ഇവിടെ? എന്താ ആപ്രോണ്? മേത്തറിന് സാറിന്റെ എങ്ങനെ ആപ്രോൺ എന്ന് പറയാം? അല്ല, ആപ്രോൺ എന്നല്ലേ ഞാൻ മേത്തറിന് തുണിയുമാ പറയത്. ഈ സാധനല്ലേ, ഈ സാധനം നമ്മൾ ഇങ്ങനെ ആക്കും. ഇതിങ്ങനെ ഇതെന്ത് യൂട്യൂബർ മച്ചാനെ? ശരിയല്ലേ, ആനാൻചാന്റെ വ്ളോഗ് ഞാൻ കണ്ടു മറന്നുപോയി. കോപ്പറേറ്റ് ഇട്ടാ പോലെ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള കുഴപ്പമില്ല. സംഭവം ഇതൊക്കെ ഒരു തുടക്കമാവട്ടെ, അത്രേ ഉള്ളൂ. ഇത് കട്ടയല്ലേ കറിക്ക്? ഇനിയിപ്പോ ഇപ്പം വലിയ വ്ളോഗറും വലിയ യൂട്യൂബറൊക്കെ ആയി കഴിഞ്ഞപ്പോ പോല ദുബായിക്കൊക്കെ ഓരോ കുട്ടികളെ. മച്ചാൻ എന്താ പ്രശ്നമൊന്നുമില്ല, മച്ചാൻ ഉമ്മാക്കുളി കുറച്ച് കൂടുതലാണ്. അപ്പൊ നമ്മളെ നെയ്ച്ചോറ് റെഡിയായി, മയണൈസ്, ബാക്കി 2 കൂടി വരാല്ലടാ. ചിക്കൻ പൊരിച്ചതായി അല്ല, ചിക്കൻ നല്ല ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. രസമുണ്ട്, എല്ലാവരും പറഞ്ഞത്. ഇതിനാണ് ആൾക്കാർക്ക് ഡിമാൻഡ്, ഇതിനാണ് എല്ലാവരും അൽഫാമിന്റെ ഏത് വകുപ്പിൽ അൽഫാമാവും. ചിക്കൻ കറി നൈസാണെന്ന് എല്ലാവരും പറഞ്ഞു.
ഞാൻ കൊണ്ടേ കൊടുത്തോട്ടെ. ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഈ കണ്ട ഫുഡൊക്കെ നമ്മൾ ചെക്കന്മാരുണ്ടാക്കിയാണ്. ഇത് ഇഷാമിന്റെ സ്വന്തം ജിപ്സി തായ് ചിക്കൻ ജിപ്സി തവ ചിക്കൻ. ഇത് ഫിഷ് നിഹലിക് ചിക്കൻ കറി. ഇത് ഫർസ ഗീ റൈസ്. എടാ അതിന്റെ ഇത് കാണല്ല തോട കാര്യം തോട കൂടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സ്പീക്കർ